ഹലോ ഗൈസ്, അങ്ങനെ മട്ടൺ പീസിന് വേണ്ടിയുള്ള അടി ഹൗസിൽ തന്നെ പൂര അടിയായി മാറിയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം എല്ലാവരും കിച്ചൺ ടീമിൻ്റെ തന്നെ ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ അനീഷ്, അതുപോലെ അക്ബർ, ഒനിയൽ, കിച്ചൺ ടീമിലുള്ള അനിമോൾ, ഇത്രയും പേരാണ്. അപ്പോൾ അക്ബറും കാരണം അനിമോളാണല്ലോ, അനിമോളുടെ ഒരു പ്രശ്നമാണല്ലോ അവിടെ വന്നത്. തീർച്ചയായിട്ടും അവരെല്ലാം ഇടപെട്ടു. ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെ അവർ രൂക്ഷമായി പറഞ്ഞു. കാരണം കിച്ചൺ ടീം ക്യാപ്റ്റനാണ് അനിമോളെ ഏൽപ്പിച്ചത് ഈ പീസസൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട്. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളമ്പിയത്. അപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഷാനവാസിക്കായും അതുപോലെ തന്നെ ആര്യനും അലുകുലത്ത് പരിപാടികളൊക്കെ ആയി ചെന്ന് ഇത് കുളമാക്കിയത്. അപ്പോൾ ഇത് പ്രശ്നമാക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പീസ് മട്ടന് വേണ്ടിയിട്ടൊക്കെ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നതൊക്കെ ചിന്തിക്കാം. പക്ഷേ എല്ലാവർക്കും അത് കിട്ടുന്നില്ല. അവർക്ക് ആകപ്പാട് പരിപ്പും ഉരുളക്കിഴങ്ങും തിന്നുകൊണ്ട് ഇരുന്ന ആൾക്കാർ ഇങ്ങനൊരു ഫാമിലി വീക്ക് വന്നപ്പോൾ അവർക്ക് ഇങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ അതും ബിഗ് ബോസ് ഈ മുഴുവൻ കൊടുക്കുന്ന ഫുഡ് കൊടുക്കണില്ല. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ഇവരുടെ ഫാമിലി വരുന്ന അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കൊള്ളൂ. പ്രത്യേകിച്ചും നമ്മുടെ നിവിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നിവിനൊക്കെ വളരെ മോഷ്ടാവാണല്ലോ, ആസ്ഥാന കള്ളൻ എന്നൊക്കെ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് ഹൗസിലെ ആസ്ഥാന കള്ളനാണല്ലോ നിവിൻ. അപ്പോൾ നിവിൻ മാത്രമല്ല, മിക്കവാറും എല്ലാവരും മോഷ്ടിക്കുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് മോഷ്ടിക്കാത്ത എനിക്ക് തോന്നുന്നു അനീഷാണ് ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് ഓരോന്നോരോന്നും മോഷ്ടിച്ചെടുക്കുന്നു. അനീഷിന് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഇത്തിരി കട്ടൻ ചായയൊക്കെ കൊടുത്താൽ മാത്രമേ കുടിക്കുന്നുള്ളൂ. അല്ലാണ്ട് അനീഷായിട്ട് പോയിട്ട് മോഷ്ടിക്കുന്നതായിട്ട് എനിക്കിതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു പൂരയടിയായി മാറി. അക്ബർ ഇടപെട്ടു. അക്ബർ ഇടപെട്ടപ്പോൾ അക്ബറോട് നീ ചെയ്ത് ശരിയല്ല ഷാനവാസ്, നീയും ആരും ചെയ്ത വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷാനവാസ് ഉടനെ പറയും, എന്നെ എല്ലാവരോടും കഴുകനെ പോലെ കുത്തിവൽക്കടാ, ചുമ്മാ അല്ല നിനക്ക് കഴുകന് കിട്ടിയതില്ല. എന്നാൾ ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല, അതിനകത്ത് കഴുകനെ കിട്ടിയ കാര്യമാണ് അക്ബറിനെ സൂചിപ്പിച്ചത് ഷാനവാസ് ഇതൊക്കെ ഓർത്തിരിക്കുന്ന ആലോചിക്കുമ്പോഴാണ് ചിരി വരുന്നത്. എന്നിട്ട് അക്ബർ തിരിച്ചു വന്നിട്ട് ആരിനെ വഴക്ക് പറയുന്നുണ്ട്, നീ ചെയ്ത മോശമാണ്, നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റാണ്. അതുപോലെ തന്നെ അനീഷും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ചെയ്ത മഹാമോശമാണ്. കാരണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അനീഷാണ് അനുവിനെ ഏൽപ്പിച്ചത്. എന്നിട്ട് അനു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൈയിട്ടെടുക്കുക, വേറൊരാൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന സെർവ് ചെയ്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വാരിയെടുക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ചെയ്തത് വളരെ തെറ്റാണ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് അക്ബറും അനീഷും പറയുകയാണ്. അപ്പോൾ ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. ആര്യൻ പറഞ്ഞു, ഞാൻ ചെയ്തത് മോശമായി പോയി, എന്തായാലും ചെയ്തു പോയില്ലേ, കഴിച്ചു പോയില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് കിട്ടേണ്ട സാധനങ്ങൾ അവന് ഇഷ്ടമുള്ള 2-3 പീസ് എടുത്ത് കഴിച്ചാൽ കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അപ്പം ഇവനിപ്പോൾ എങ്ങനെയാണ്, ആര്യൻ്റെ ഒരു അടവ് ഇങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ഞാനത് ചെയ്തു പോയി, ഞാനത് ചെയ്തു, തിന്നുന്നതായാലും എന്തുമായാലും അത് എടുത്തങ്ങ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിന്നെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് നിവിൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. ചെയ്തിട്ട് അതങ്ങ് ചെയ്തെന്ന് പറയും. പിന്നെ നെവിനാണ് എല്ലാവരുടെ കൂടെ നിൽക്കുന്നു, അനിമോളെ ചീത്ത പറയും. എന്നിട്ട് അനിമോളുടെ അടുത്ത് പോയിരുന്ന് അനിമോളുടെ അടുത്തും പറയും. എല്ലാ ആൾക്കാരുടെ അടുത്തും പരസ്പരം അവരെ കുറ്റം പറയുകയും ചെയ്യും. എന്നിട്ട് അവരുടെ അടുത്ത് പോയി ഇരിക്കുകയും ചെയ്യും. അവരറിയാണ്ടാണ് പറയുന്നത് കേട്ടോ. അനിമോൾക്ക് അറിയില്ല നിവിൻ അനിമോളെ ചീത്ത പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ആരും അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ആ അക്സെപ്റ്റ് പിന്നെ ഉണ്ട് ഇവർ പിന്നെ അക്ബറും അനീഷും ഒന്നും മിണ്ടിയില്ല. കാരണം ഒരാൾ തെറ്റ് ചെയ്തു, അപ്പോൾ തെറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു പോയി, സോറി എന്ന് പറയുമ്പോൾ പിന്നെ അയാളെ എന്ത് പറയാനാണല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മുടെ ആര്യം പുറത്തേക്ക് വന്നു. അവിടെ ഉണിയിലും അക്ബറും കൂടി ആട്ടുകെട്ടിൽ ഇങ്ങനെ ആട്ടുതൊട്ടിൽ എന്തുണ്ടല്ലോ, എന്താ പറയുക, ഊഞ്ഞാലിരുന്ന് ആടുന്നു. ഉണിയിൽ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ ഡിസ്കഷൻ നടന്നു. അപ്പം ഉണിയിൽ പറഞ്ഞു, നീ ചെയ്ത മോശമായിപ്പോയി, നീ അപ്പോൾ ആദ്യം എടുത്തത് ഞാനാണ്, അങ്ങനെ ഒരു സംസാരം അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ബിന്നി പറഞ്ഞു, പിന്നെ ആദ്യം എടുത്തത് അവസാനം എടുത്തത് അതൊന്നും എനിക്കറിയണ്ട, പക്ഷേ നീ അത് എടുത്തിട്ടുണ്ട്, നീ പീസ് തിരിച്ചിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒനിയൽ പറഞ്ഞു, നീ ചെയ്തത് വളരെ മോശമാണ്. അപ്പോൾ പറയാം, ഞാൻ തെണ്ടിത്തരം കാണിച്ചു പോയി, ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, പിന്നെ നീ എന്തോ അങ്ങനെ പറഞ്ഞിട്ട് ഒനിയലിനെ തെണ്ടിന്ന് വിളിച്ചു. ആദ്യം ആര്യൻ ഒനിയലിനെ തെണ്ടിന്ന് വിളിച്ചപ്പോൾ ഒനിയലിന് ദേഷ്യം വന്നിട്ട്, ഞാൻ ആ പിക്സ് വെക്കാൻ മറന്നു പോയിട്ട്, സോറി, ഞാൻ ഇതിൻ്റെ കൂടെ ആ പിക്സ് വെക്കാനായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് മേർജ് ചെയ്ത സമയത്ത് ആ ഒരു പിക്സ് വെച്ചില്ല, സോറി ഗൈസ്. അപ്പോൾ എന്തായാലും ഒനിയലിനെ തെണ്ടിന്ന് വിളിച്ചപ്പോൾ ഒനിയലിന് ദേഷ്യം വന്നു. ഒനിയലിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അയ്യോ, ഒനിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തുടക്കമായിരിക്കും. സ്റ്റാൻഡേർഡൊക്കെ ഉണ്ടെങ്കിൽ ഒനിയൽ നല്ലോണം ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡിലായിരിക്കും. പക്ഷേ ലോക്കലായി കഴിഞ്ഞാൽ ഒനിയൽ തനി ലോക്കലാണ് കേട്ടോ. വഴക്കിട്ട് നിൽക്കാനായിട്ട് ഒനിയലിന് കഴിഞ്ഞേ ഉള്ളൂ ആ കാര്യത്തിന്. അപ്പം ഒനിയൽ പിന്നെ വിടുമോ? ഒനിയൽ നീ നാറി, ചെറ്റ, പട്ടി എന്നൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ കുറേ പറഞ്ഞിടാ, നീ തെണ്ടിയാണെങ്കിൽ നീ വെറും തെണ്ടിയാടാ. അപ്പോൾ ഉടനെ നീ എടാ തെണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പിന്നെ ആരും പറയാം, നീ വെറും തെണ്ടിയാണെന്ന്.
സത്യം പറഞ്ഞാൽ ചിരി വന്നിട്ട് വയ്യായിരുന്നു. അതിനിടയ്ക്ക് ഷാനവാസ് വരുന്നുണ്ടായിരുന്നു. ഓ അനിയല, നിനക്ക് 10-40 വയസ്സായില്ലേ, ഒരു 10-23 വയസ്സുള്ളൊരു ചെറിയ പയ്യനല്ലേ, ഒരു കുട്ടിയല്ലേ അവനിടെ എന്തിനാടാ ഇങ്ങനെ വഴക്കിടുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാനവാസ് പറയുന്ന കേട്ടാൽ നമുക്ക് ചിരി വരും. ഷാനവാസിക്കായ്ക്ക് 10-46 വയസ്സുണ്ട്. ഈ മനുഷ്യനാണ് അവിടെ പോയിട്ട് മട്ടൻ എല്ലാവർക്കും കൊടുക്കേണ്ട മട്ടൻ കൈയിട്ട് വാരി തിന്നുകൊണ്ട് ഓടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ചിരിക്കണോ, ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ, ഇത് ഇവരുടെ വഴക്കൊക്കെ കാണുമ്പോഴേ നമുക്ക് അങ്ങനെ തോന്നും. ഇവിടെ ചിരിക്കുകയും കരയും ചെയ്യാൻ കഴിയാത്ത ഒരാളവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പാവപ്പെട്ട ഈ ബിന്നിയുടെ ഭർത്താവ്. അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഒന്നാമത്തെ കാര്യം ബിന്നിയാണെങ്കിൽ അയാൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അയാൾ പാവപ്പെട്ട ഒരു പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ബിന്നി അയാൾ പറയണമൊന്നും കേൾക്കത്തുമില്ല. ബിന്നി എനിക്കൊന്ന് ഈഗോയിസ്റ്റ് പേഴ്സണാണ് ബിന്നി. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യം. എന്തായാലും അയാൾ ഒരു വളരെ നിസ്സഹായ അവസ്ഥയിൽ അവിടെ ഇരിപ്പുണ്ട്. കാരണം ഇത്ര വഴക്കും വക്കോണം, അതിനിടയ്ക്ക് ഫുഡ് കഴിക്കേണ്ട അവസ്ഥ, ഒരു പീസ് മട്ടന് വേണ്ടിയിട്ട് അടി, അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇതില്ലാത്ത കാര്യങ്ങൾ, ഇവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സാധനങ്ങൾ റേഷൻ പോലെ കഴിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിനൊക്കെ മട്ടനും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത് അനാവശ്യമായിട്ടൊരു കണ്ടൻറ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. നമ്മൾ കണ്ടൻറ് ഉണ്ടാക്കുന്നതായിട്ടൊരു ഫീൽ ചെയ്യുന്നു. കാരണം ഫുഡൊക്കെയാണ് തട്ടിപ്പറിച്ചെടുക്കേണ്ട ഒരു ആവശ്യകതയൊന്നുമില്ല. അതിനും എല്ലാവർക്കും അത് പാത്രം എടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഒനിയലുമായിട്ട് നല്ലൊരു അടിപൊളി വഴക്കായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. അത് നല്ലോണം കുറേ നേരം അത് നീണ്ടു നിന്നു. അക്ബർ ഒരക്ഷരം മിണ്ടിയില്ല. അക്ബർ മിണ്ടുമെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ എല്ലാവരും കൂടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒനിയൽ പറഞ്ഞു നീ, അപ്പോൾ ഉടനെ ലാസ്റ്റ് ഒനിയലിൻ്റെ വർത്താനം കേട്ടിട്ട് പറഞ്ഞു എനിക്ക് മൈ എന്ന് വരെ ഒനിയൽ വിളിച്ചു, മൈ. അപ്പം മൈ വരെ വിളിച്ചു. അപ്പോൾ ഓ നിൻ്റെ കണക്ക് മയ്യും തയ്യൊന്നും വിളിക്കുന്നവനല്ല ഞാനെന്ന് ആര്യം പറഞ്ഞു. ഉടനെ ഒനിയൽ പറഞ്ഞു നീ പിന്നെ നൂറായ വിളിച്ചു എന്തുകൂടെ, നീ നൂറായ വലിയൊരു തെറി വിളിച്ചെന്ന്. അങ്ങനെ ഉടനെ ഈ ആരും തന്നെ നൂറായ വിളിച്ചു. നൂറ ഇങ്ങി വന്ന് നിന്നെ ഞാൻ എന്ത് തെറിയെ വിളിച്ചെന്ന്. അപ്പോൾ ഉടനെ നൂറ തിരിച്ച് വന്ന് പറഞ്ഞു എന്നെ ഇവൻ നൂറ എന്നുള്ളത് തിരിച്ചിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പം നൂറായ്ക്ക് പകരം പാ വെച്ച് ചേർത്ത് വിളിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഉടനിട്ട് പറഞ്ഞു അത് വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നീ അത് വളരെ മോശമാണ്, തെറിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ സോറി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം സോറി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഉടനെ അനിയൽ പറഞ്ഞു നീ വിളിച്ചില്ലേ, അപ്പോൾ അവർ തമ്മിൽ സോറി പറഞ്ഞ കാര്യം പിന്നെ ഞങ്ങൾ തമ്മിൽ സോറി പറഞ്ഞ കാര്യം പിന്നെ നീ എന്തിനാണ് എടുത്തിടുന്നത് എന്നുള്ളതാണ് ആരിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒനിയൽ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഹൗസ് മേറ്റ്സാണ്, നിങ്ങൾ തമ്മിൽ അത് പിന്നെ ചാലുവായിപ്പോയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അത് കോംപ്രമൈസ് ആയിരുന്നു എനിക്കറിയേണ്ട കാര്യമില്ല, ഞാനത് ഇനിയും എടുത്തിടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടുത്തെ ഹൗസ് മേറ്റാണ്, ഞാനിത് തന്നെ വീണ്ടും എടുത്തിടുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി കേട്ട് മൂകസാക്ഷിയായി നമ്മുടെ അനുമോള് ആ ഒരു മൈജി കോർണർ അല്ലല്ലോ മാരുതി കോർണറിൽ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരുന്നു. എല്ലാവരും അതിനിടയ്ക്ക് ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന് പിന്നെ അനുമോളോട് പറഞ്ഞു നീ ഫുഡ് കഴിക്കണം, കാരണം പുറത്തുനിന്ന് കൊണ്ടുവന്ന് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ ഒരാൾ കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അവരിത് എപ്പിസോഡ് കാണുമ്പോൾ അതിനകത്ത് കാണിക്കും ചിലപ്പം, നീ അത് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അനുമോള് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷിനും ഇച്ചിരി പച്ചച്ചോറാണ്, ഈ പച്ചച്ചോറാണ് അനീഷ് കഴിക്കുന്നത്. കുറേ നേരമായിട്ട് ഞാൻ കാണുന്നത് അനീഷിൻ്റെ പ്ലേറ്റിൽ ഒരു കടുകുമണിയോളം വലിപ്പത്തിലുള്ള ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ അതങ്ങ് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഷാനവാസിനെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കോണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്.